ഹലോ, ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു പൊട്ടുവെള്ളരിയുടെ ജ്യൂസാണ് കേട്ടോ. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കിട്ടുന്നതാണ് പൊട്ടുവെള്ളരി. ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ പൊട്ടുവെള്ളരി. അപ്പോൾ വെള്ളരിയുടെ വർഗ്ഗത്തിൽ പെട്ടത് തന്നെയാണ്. പക്ഷേ പഴുക്കും തോറും മൂക്കും തോറും നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തോല് പൊട്ടി പൊട്ടി വരുന്നത് കൊണ്ടാണ് ഇതിനെ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. സാധാരണ പൊട്ടുവെള്ളരിയുടെ തോല് നമുക്ക് വേഗം അടർത്തിയെടുക്കാം. പക്ഷേ ഇത് ഇത്തിരി തോല് ഞാൻ കട്ട് ചെയ്ത് കളയുക ചെയ്ത് അതിലേക്കായിട്ട് ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. പൊട്ടുവെള്ളരി ആ തോല് കളഞ്ഞിട്ട് നമ്മൾ ആ തേങ്ങാപ്പാലിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഇടുന്നതിൻ്റെ ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ധാരാളം നന്നായി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റാത്തവർക്ക് സാധാരണ പാൽ വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ അതൊക്കെ കൊളസ്ട്രോളും ഷുഗറും എന്നൊക്കെ വിചാരിക്കുന്നവർക്കാണെങ്കിൽ പച്ചവെള്ളത്തിലായാലും നമുക്കിത് ചെയ്യാം. നല്ല തണുത്ത വെള്ളവും ഐസൊക്കെ ഇട്ടിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്താൽ മതി. അത്യാവശ്യം എന്താ പറയുക, ഇളം മധുരമായാലും മതി. അതല്ല പഞ്ചസാര വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര എടുക്കാം. എന്നിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തത്തിൽ നല്ല തണുപ്പിക്കുന്നതാണ്. എല്ലാവരും ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു നോക്കൂ കേട്ടോ.